ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. വെറും മൂന്ന് സാധനങ്ങൾ വെച്ചൊരു അടിപൊളി മിനി നോട്ട്ബുക്ക്. ഒരു കത്രിക, ഒരു പശ, പിന്നെ ഒരു A4 ഷീറ്റ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് നമ്മുടെ A4 ഷീറ്റ് എടുത്തിട്ട് നമുക്ക് മടക്കി കൊടുക്കണം. ഇത് കൂട്ട് ഉപകാരമുള്ള വീഡിയോ ഇടാം. അതാകുമ്പോൾ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് നല്ല വൃത്തിയായിട്ട് മടക്കി കൊടുക്കുക കേട്ടോ. ഇത് നോക്കി ഒരാളവിടെ ഇരുന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്താ വേറെ ആരുമില്ല, നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണിച്ച എൻ്റെ അനിയനാണ്. ഇങ്ങനെ മടക്കി വീണ്ടും നമ്മൾ ഒന്നും കൂടി മടക്കുക. നമ്മൾ ഇങ്ങനെ മടക്കുക. ഇങ്ങനെ തന്നെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പലവർക്കും പിടി കിട്ടിക്കാണും എങ്ങനെയാണെന്ന്. പിടി കിട്ടിയവർ വേഗം തന്നെ ലൈക്ക് ചെയ്യുക, പിടി കിട്ടാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. വീണ്ടും ഒന്നും കൂടി മടക്കുക. ആവശ്യമുള്ള സൈസ് എത്തുമ്പോൾ നിർത്തുക. ഞാനിപ്പോൾ ഇത്രയും സൈസാണ് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടിയിരിക്കുന്ന സൈസൊക്കെ നമുക്ക് വെട്ടിയെടുക്കണം. നമുക്ക് അതിനായിട്ട് കത്രിക തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ എന്താണുള്ള അത് വെച്ച് വെട്ടിയെടുക്കുക. കത്തിയൊന്നും വെച്ച് പറ്റുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെ നല്ലോണം ഒട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റാപ്ലെയർ ഉപയോഗിക്കുക, പശ ഉപയോഗിക്കുക. ഏറ്റവും നല്ലത് സ്റ്റാപ്ലെയർ ഉപയോഗിക്കുന്നതാണ്. അതാട്ടോ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. ഞാൻ അതിങ്ങനെ കുറേ നോട്ട്ബുക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. കുറച്ചെണ്ണമൊക്കെ കാണാതായി. ആക്ച്വലി നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ ഇതുകൂട്ട് കുറേ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റ്സൊക്കെ ഞാൻ ഗിവ് അവേ ആയിട്ട് തരാം. ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും. നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനാണെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ നല്ല ഉപയോഗമുള്ള സാധനം, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കണം. പ്രത്യേകിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു ഗിവ് അവേ ഒക്കെ നടത്താൻ എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെയായി കിട്ടും. എന്നിട്ട് ഇത് ഒട്ടിച്ചെടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ലെയറിൽ ഇവിടെ ഗം ചെയ്യുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ക്യാമലിൻ്റെ ഈ ഒരു ഗ്ലൂ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന 1/4 സാധനങ്ങളും അതായത് നോട്ട്ബുക്കൊക്കെ ക്യാമലിൻ്റെ ആണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഇവിടേക്ക് ഈ ഒരു വരയിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഗ്ലൂ ഒക്കെ വെച്ച് ഞാൻ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കുറച്ചൊക്കെ എൻ്റെ കൈ പറ്റി കേട്ടോ. എന്നിട്ട് ഞാൻ ഗ്ലൂ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് പിന്നെ ഇത് ഈ പാർട്ടിലേക്ക് ഒട്ടിച്ചെടുക്കും. ഓക്കെ, എന്നിട്ട് നല്ലപോലെ അമർത്തി കൊടുക്കുക. പിന്നെ അടുത്തത് എടുക്കുക. ഇത് ഇങ്ങനെ അപ്പം ഇരിക്കും. പിന്നെ വീണ്ടും ഇവിടേക്ക് ഞങ്ങൾ ഗ്ലൂ തേച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോരോ ലേയേഴ്സായിട്ട് ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു അടിപൊളി നോട്ട്ബുക്ക് കിട്ടും കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അതെ, ഇവിടെ ഞാൻ ഗ്ലൂ അപ്ലൈ ചെയ്തു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന്. വീണ്ടും നമുക്ക് ഒട്ടിക്കുക. ഇതേ പ്രോസസ്സ് തന്നെ മൊത്തം അങ്ങ് ഒട്ടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ഒരു നോട്ട്ബുക്ക് അങ്ങ് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാട്ടോ. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ നിന്ന് കത്രിക വയ്ക്കും. കാരണം ഞാൻ ഒരെണ്ണം വെട്ടാൻ മറന്നുപോയി ഗൈസ്. അത് ഞാൻ കണ്ടിരുന്നേ ഞാൻ വെട്ടിയത്. പക്ഷെ ഇപ്പോൾ ഉണ്ടാക്കി ഇത്രയും ആയപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇരിക്കുകയായിരുന്നു. ഇനി ഇങ്ങനെ തന്നെ എല്ലാം ഒട്ടിച്ചെടുക്കാം. അടിപൊളി കിട്ടും കേട്ടോ. ഗൈസ്, ഇനി നിങ്ങൾക്ക് വല്ല മിസ്റ്റേക്കൊന്നും പറ്റിയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇങ്ങനെയും ഈ ഗ്ലൂ തേക്കുന്ന സ്ഥലത്ത് സ്റ്റാപ്ലെയർ വയ്ക്കുകയാണെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ദയവ് ഇത് ബെഡ് ഇരുന്ന് ആദ്യം ചെയ്തേക്കണം. അതിങ്ങനെ ചെയ്ത് ആ പണി കിട്ടും. അപ്പോൾ അതേ നല്ല അടിപൊളി ഒരു ബുക്ക് നമുക്ക് കിട്ടി. എടാ, നമുക്ക് വേണമെങ്കിൽ ഇത് സാധാ പേപ്പറും വെച്ചൊക്കെ ചെയ്യാം കേട്ടോ. ഇത് നല്ല അടിപൊളി ബുക്ക് കിട്ടി. നമുക്ക് ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെയ്യുന്നില്ല. അപ്പം ഞാൻ അടുത്ത വീഡിയോ ഒരു ഡിസൈനൊക്കെ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ലെങ്ത് കൂടിപ്പോയി. അപ്പം എല്ലാവരും തന്നെ വേഗം വീഡിയോയും ലൈക്ക് സബ്സ്ക്രൈബും കമൻറ്റും ഷെയറൊക്കെ ചെയ്തിട്ട് വേഗം ഉണ്ടാക്കിക്കോട്ടെ. ഓക്കെ, ടാറ്റ ബൈ ബൈ, സീ യു.